all these days we were trying to know about our God. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ദൈവം ആരാണ് എന്നുള്ള ഒരു പഠന പരമ്പരയുടെ ഭാഗമായി നാം എത്തി നിൽക്കുകയാണ്. And I told you that God has revealed himself through the word of God. ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ദൈവം തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത് തന്റെ തിരുവചനത്തിൽ കൂടെയാണ്. Bible is the best source where you can look into to know about our God. നമ്മുടെ ദൈവത്തെക്കുറിച്ച് അറിയാനുള്ള ഏറ്റവും നല്ല ഉറവിടം എന്ന് പറയുന്നത് ദൈവത്തിന്റെ തിരുവചനം തന്നെയാണ്. To read the word of God. അതുകൊണ്ട് ദൈവവചനം വായിക്കുക. Meditate the word of God. ദൈവവചനത്തെ പാരായണം ചെയ്യുക. And try to know God how he has revealed himself through his word. തന്റെ വചനങ്ങളിലൂടെ ദൈവം എങ്ങനെയാണ് തന്നെ വെളിപ്പെടുത്തിയത് എന്നറിയുവാൻ ശ്രമിക്കുക. Bible says the heaven and earth will be passed away. ദൈവത്തിന്റെ തിരുവചനം പറയുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. But his word will never pass away. പക്ഷേ തന്റെ വചനമോ എല്ലാ കാലത്തേക്കും നിലനിൽക്കും. ഒരിക്കലും ഒഴിഞ്ഞു പോവുകയില്ല. Bible says his word is established in heaven. ദൈവത്തിന്റെ തിരുവചനം പറയുന്നു സ്വർഗ്ഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ് തന്റെ വചനമെന്ന്. So we can trust on the word of God. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ദൈവവചനത്തിൽ ആശ്രയിക്കാം. And God has given us the Holy Spirit to open our eyes to see the truth from the word of God. തിരുവചനത്തിൽ മറഞ്ഞിരിക്കുന്ന പരമാർത്ഥങ്ങളെ കാണുവാൻ അതിന്റെ ഗതികളെ വിവേചിച്ചറിയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. So whenever you come to the word of God, always pray to the Holy Spirit to open your eyes to see the wonderful truths from the word. അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ നിങ്ങൾ തിരുവചനത്തോട് സമീപിച്ചു അടുത്തു വരുന്നുവോ അപ്പോഴൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ ആത്മാവിനാൽ ഇതിൽ മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ കാണുവാൻ എന്നെ സഹായിക്കുമാറാകണമേ. Without the help of the Holy Spirit you cannot understand the word. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊരിക്കലും ദൈവത്തിന്റെ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന സത്യത്തെ ഉൾക്കൊള്ളുവാൻ സാധ്യമല്ല. Because the word is written by the inspiration of the Spirit. കാരണം ദൈവത്തിന്റെ വചനം എഴുതപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മ നിയോഗ പ്രകാരമാകുന്നു. So without the help of the Holy Spirit you cannot understand the word of God. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ ദൈവവചനം മനസ്സിലാക്കുവാൻ നമ്മെ കൊണ്ട് സാധ്യമല്ല. Without the help of the Holy Spirit this will be only a piece of literature for study. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായമില്ല എങ്കിൽ വേദപുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന ഈ വാക്യങ്ങളെല്ലാം കേവലം സാഹിത്യപരമായ രചനകളായി മാത്രം അവശേഷിക്കും. You know, if you go for studies in the colleges and universities, there are some Bible portions they used to take for studies. നമ്മൾ വിദ്യാലയങ്ങളിലേക്കും കലാലയങ്ങളിലേക്കും കടന്നു പോകുമ്പോൾ അവരുടെ കരിക്കുലത്തിൽ വേദപുസ്തകത്തെ അധിഷ്ഠിതമായ ഒരു പഠനശാഖ തന്നെയുണ്ട്. For example, if you go for BA literature, they take book of Job as one of their textbooks over there. ഉദാഹരണമായി BA സാഹിത്യം പഠിക്കുവാനായി നാം കടന്നു പോവുകയാണെങ്കിൽ അവരുടെ പഠന വിഷയമായി ഇയ്യോബിന്റെ പുസ്തകം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. They study it as a piece of literature. അവർ അതിനെ നല്ലൊരു ഉത്തമമായ സാഹിത്യ സൃഷ്ടിയായിട്ടാണ് കണക്കുകൂട്ടിയിട്ടുള്ളത്. They don't get any inspiration from the word of God over there. ദൈവവചനത്തിൽ നിന്നും ആവേശം ഉൾക്കൊള്ളുവാനുള്ള ദൈവാത്മ നിയോഗ പ്രകാരമുള്ള ഒരു ആലോചനയും അവർക്ക് അതിൽ നിന്നും ലഭിക്കുന്നില്ല. For them it is not a spiritual food for their soul. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇത് അവരുടെ ആത്മാവിന്റെ പോഷണമായി ആത്മാവിന്റെ ഭക്ഷണമായി തിരുവചനത്തെ കാണുന്നില്ല. Because that's a piece of literature for them. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാഹിത്യത്തിന്റെ ഭാഗം മാത്രമാണ്. Bible is not given for us to study as a piece of literature. പക്ഷേ ദൈവമക്കളായ നമുക്ക് തിരുവചനം നൽകപ്പെട്ടിരിക്കുന്നത് ഒരു സാഹിത്യ പഠനത്തിന്റെ ഭാഗമായി ഒന്നായിട്ടല്ല. It's the inspired word of God. അത് ദൈവാത്മ നിയോഗ പ്രകാരം എഴുതപ്പെട്ട ഒന്നാണ്. Bible says all scripture is written by the inspiration of God. വേദപുസ്തകം പറയുന്നു എല്ലാ തിരുവെഴുത്തുകളും ദൈവാത്മ നിയോഗ പ്രകാരം എഴുതപ്പെട്ടവയാണെന്ന്. So without the help of the Holy Spirit you will never understand the meaning and the truth from the word of God. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായമില്ല എങ്കിൽ തിരുവചനത്തിൽ അടങ്ങിയിരിക്കുന്ന സത്യങ്ങളെ കാണുവാനും അതിന്റെ ഉള്ളാർത്ഥം ഗ്രഹിക്കുവാനും നമ്മെ കൊണ്ട് സാധ്യമല്ല. Now we have come to the book of Genesis chapter 11. ഇപ്പോൾ നാം ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ എത്തപ്പെട്ടിരിക്കുന്നു. We learned a wonderful truth last Sunday about the Tower of Babel. കഴിഞ്ഞ ഞായറാഴ്ച നാം ബാബേൽ ഗോപുരത്തോടുള്ള ബന്ധത്തിൽ വലിയൊരു പരമാർത്ഥത്തെ ഗ്രഹിച്ചു കഴിഞ്ഞു. And God taught us some wonderful truths from those passages. ആ ഒരു വേദഭാഗത്തിൽ നിന്ന് ദൈവം വലിയ കാര്യങ്ങളെ നമ്മെ പഠിപ്പിച്ചു. And we learned why God has to demolish the plans of the wicked people. നാം കഴിഞ്ഞ ഞായറാഴ്ച പഠിച്ചു കഴിഞ്ഞത് ദുഷ്ടജനങ്ങളുടെ പദ്ധതിയെ ദൈവം എന്തുകൊണ്ടാണ് നിർമൂലമാക്കുന്നത്. And this morning I would like to teach you some very important spiritual principles from the same passage. അതേ വേദപുസ്തകത്തിൽ നിന്നുതന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ആത്മീയ തത്വങ്ങളെ അപഗ്രഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Turn with me to book of Genesis chapter 11 verses 1 through 9. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വന്നാലും from that 9 script verses I would like to bring 9 lessons or principles that we can learn from this passage. ഈ 9 വാക്യങ്ങളിൽ നിന്ന് നമ്മുടെ ദൈനംദിന ആത്മീയ ജീവിതത്തിൽ പകർത്തുവാൻ ആവശ്യമായ പകർത്തപ്പെടേണ്ടതായ 9 ആത്മീയ തത്വങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. 9 spiritual principles from the Tower of Babel. ബാബേൽ ഗോപുരത്തിൽ നിന്നും
9 ആത്മീയ തത്വങ്ങളെ അടർത്തിയെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Because of the lack of time, I'm not going to read every verse because we have already know that passage. I would just like to draw some spiritual principles we can apply in our day-to-day life. സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ ഓരോ വാക്യം പ്രതിവാക്യമായി വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്ക് ഈ വേദഭാഗം സുപരിചിതമായ ഒന്നാണ്. ഈ വേദഭാഗത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ദൈനംദിന ആത്മീയ ജീവിതത്തിന്റെ ഉന്നമനത്തിന് സഹായകമാകുന്ന ചില തത്വങ്ങളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. The first principle that we learn from this passage is plan and build after God's will. ഈ വേദഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ ആദ്യമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ആത്മീയ തത്വം എന്ന് പറയുന്നത് ദൈവഹിതത്തിനും ദൈവ പദ്ധതിക്കും തക്കവണ്ണം പണിയുവാൻ ആരംഭിക്കുക. If you want to plan your life, plan it in accordance with the plan of God. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ആസൂത്രണം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് തിരുവചനത്തിന് ഒത്തവണ്ണമായിരിക്കട്ടെ. If you want to plan your studies, your future, your business, your family, anything, plan it in accordance with the will of God. നിങ്ങളുടെ ജീവിതമോ നിങ്ങളുടെ പഠനമോ നിങ്ങളുടെ കുടുംബമോ നിങ്ങളുടെ ഭാവിയോ എന്തു തന്നെ നിങ്ങൾ പണിയുവാൻ ആഗ്രഹിച്ചാലും അത് തിരുവചനത്തിന് ഒത്തവണ്ണമായിരിക്കട്ടെ. Build it according to the plan of God. ദൈവവചനത്തിന് ഒത്തവണ്ണം നിങ്ങളെ പണിയുക. Anything you build against the plan and will of God will not be established or will not be completed. ദൈവവചനത്തിനെതിരായി നിങ്ങൾ എന്തെങ്കിലും പണിയുവാനോ പാകപ്പെടുത്തുവാനോ തുനിഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നിലനിൽക്കുകയില്ല, അതൊരിക്കലും ഫലം പുറപ്പെടുവിക്കുകയില്ല. Second principle. രണ്ടാമത്തെ തത്വം എന്ന് പറയുന്നത് be under a strong leadership. ഒരു നല്ല നേതൃത്വത്തിന് ശക്തമായ നേതൃത്വത്തിന് കീഴിലായിരിക്കുക. In chapter 11 verse 3 we can see this. 11-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് ഇത് കാണുവാൻ കഴിയും. They said to each other, അവർ തമ്മിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, come let us make bricks. നമുക്ക് ഇഷ്ടിക ചൂടാം. In the verse 4 we read, 4-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, then they said come let us build. വരിക നമുക്ക് ഒരുമിച്ച് പണിയാം. So all these words, that there was some people who are taking the leadership to arrange people and to cast a vision into their life. ഈ വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു പരമാർത്ഥം എന്ന് പറയുന്നത് ഒരു കൂട്ടം ജനം ഉയർന്നു വന്ന് തങ്ങളുടെ ദർശനങ്ങളെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. So what it means is to have a successful life or ministry or career in this world. ഈ ലോകത്തിൽ നമുക്ക് വളരെ വിജയകരമായ ഒരു ജീവിതമോ ഒരു ഭാവിയോ ഒരു നമ്മുടേതായിട്ടുള്ള ഒരു കരിയറോ പടുതുയർത്തണമെങ്കിൽ a church or a movement, ഒരു പ്രസ്ഥാനമോ ഒരു സഭയോ അത് എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, they need a strong leadership. അവിടെയെല്ലാം ശക്തമായ ഒരു നേതൃത്വം അത്യാവശ്യമാണ്. So be under a strong leadership. നാം ഒരു ശക്തമായ നേതൃത്വത്തിന് കീഴിലാണ്. You need a leader in your life. നിന്റെ ജീവിതത്തിൽ നിനക്കൊരു നേതാവ് ഉണ്ടായിരിക്കണം. To cast a vision into your life. നിന്റെ ജീവിതത്തിലേക്ക് ദർശനം പകരപ്പെടേണ്ടതിന്. To direct you. നിന്റെ പാതകളെ നയിക്കേണ്ടതിന്. To guide you. നിന്നെ നിയന്ത്രിക്കേണ്ടതിന്. To protect you. നിന്നെ സൂക്ഷിക്കേണ്ടതിന്. To counsel you. നിന്നെ ഉപദേശിക്കേണ്ടതിന്. You need a leader. നിനക്കൊരു നേതാവിനെ ആവശ്യമാണ്. So here verse 3 you can see some leaders among the people. ഇവിടെ 3-ാമത്തെ വാക്യത്തിൽ ആ ജനക്കൂട്ടത്തിനിടയിൽ ഒരു കൂട്ടം നേതാക്കന്മാരെ നാം കാണുന്നു. The Josephus says in his history of Jews, the Jewish historian Josephus says, യഹൂദ ചരിത്രകാരനായ ജോസിഫസ് തന്റെ ഗ്രന്ഥത്തിൽ ഇങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. this leader was Nimrod. അവരുടെ നേതാവ് എന്ന് പറയുന്നത് നിമ്രോദായിരുന്നു. He was a descendant of Noah's son Ham. നോഹിന്റെ മകനായ ഹാമിന്റെ പിൻതലമുറക്കാരനായിരുന്നു നിമ്രോദ്. He had a strong leadership quality. അവര് വളരെ ശക്തമായ നേതൃത്വ ഗുണങ്ങളുള്ള വ്യക്തിയായിരുന്നു. Bible doesn't say it was Nimrod. വേദപുസ്തകം പറയുന്നില്ല ആ നേതാവ് നിമ്രോദായിരുന്നു എന്ന്. But the Jewish historian Josephus says this was Nimrod. പക്ഷേ യഹൂദ ചരിത്രകാരനായ ജോസിഫസിന്റെ അഭിപ്രായത്തിൽ അത് നിമ്രോദായിരുന്നു. So if you want to build a leader, if you want to build your life, it should be under the strong leadership of somebody. നിനക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം പണിതെടുക്കണമെങ്കിൽ അത് ശക്തമായ ഒരു നേതൃത്വത്തിന് കീഴിൽ നിങ്ങളായിരിക്കണം. And Jesus knew that his church need leaders. യേശു കർത്താവിന് തന്റെ സഭയ്ക്ക് ഒരു നേതാവിന് ആവശ്യമുണ്ടെന്ന് അറിയാമായിരുന്നു. Because physically Jesus is not in this world now. അക്ഷരാർത്ഥത്തിൽ ഇന്ന് ഈ ഭൂമിയിൽ യേശു കർത്താവില്ല. He is not in a physical body in the church. ഒരു ശാരീരികമായി ഇന്ന് പകൽക്കാലം ദൈവ സഭയുടെ മധ്യത്തിൽ കർത്താവില്ല. So Jesus knew this principle, or God knew this principle. ദൈവത്തിന് അറിയാമായിരുന്നു, യേശുവിന് അറിയാമായിരുന്നു ഈ തത്വത്തിന്റെ പ്രാധാന്യം. That's why he gave to the church apostles, pastors,
teachers and evangelists and prophets. ഈ വലിയ പ്രാധാന്യത്തിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ടാണ് കർത്താവ് സഭയ്ക്ക് ഉപദേഷ്ടാക്കന്മാരെയും അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഇടയന്മാരെയും ആക്കി വെച്ചത്. It was not one single leader. അത് കേവലം ഏകമുഖത്തിൽ അധിഷ്ഠിതമായ ഒരു നേതൃത്വമല്ല. It was a group of leaders. അത് നേതൃത്വങ്ങളുടെ വലിയൊരു കൂട്ടം തന്നെയാണ്. It was a group of leaders, more than one people. ഒരു വ്യക്തിയേക്കാൾ ഉപരിയായി അനേകർ അടങ്ങിയ ഒരു നേതൃത്വ ഗുണമാണത്. That's why for the church he gave apostles, pastors, teachers, apostles and prophets and evangelists. അതുകൊണ്ടാണ് കർത്താവ് സഭയ്ക്ക് അപ്പോസ്തലന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും പ്രവാചകന്മാരെയും ഇടയന്മാരെയും ആക്കി വെച്ചിരിക്കുന്നത്. One man show is not God's plan. ഒരു വ്യക്തിയുടെ മാത്രം പരിപാടി ഇവിടെ നടക്കുന്ന ഒന്നല്ല. Here he said they said to one another. ഇവിടെ അവർ തമ്മിൽ ഇങ്ങനെയാണ് പറഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. They said. അവർ പറഞ്ഞു. They said. അവർ പറഞ്ഞു. So there was a multiple leadership people who were in the leadership. എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിനകത്ത് ഒന്നിലധികം നേതാക്കൾ ഒരേ സമയം എഴുന്നേറ്റ് വന്നതായി നാം കാണുന്നു. You are the only leader. There is every chance that you may get into error. നീ മാത്രമാണ് നിന്റെ സമൂഹത്തിൽ ഒരു നേതാവെങ്കിൽ നിന്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. You may go into error. നീ തെറ്റിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. So God believes in multiplicity of leadership. അതുകൊണ്ട് തന്നെ നേതൃത്വത്തിൽ ഒന്നിലധികം ആളുകൾ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. So seek counsel from more than one person when you are in a crisis, when you need an advice. നിനക്കൊരു ഉപദേശം ആവശ്യമായി വരുമ്പോൾ, നീ ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ ഒന്നിലധികം ആളുകളിൽ നിന്നും ഉപദേശം സ്വീകരിക്കുക. And the third principle, മൂന്നാമത്തെ തത്വം എന്ന് പറയുന്നത്, what we can learn from this passage is, ഈ വേദഭാഗത്ത് നിന്ന് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. use the manpower with you and around you. നിന്നോടുകൂടെ നിനക്ക് ചുറ്റുമായി മാനുഷിക ശക്തിയെ ഉപയോഗിക്കുക. Leaders cannot build their life all alone. ഒരു നേതാവിന് തനിയെ തന്നെ ഒന്നും തന്നെ പണിതെടുക്കുവാൻ സാധ്യമല്ല. They need the help of the people around them. തനിക്ക് ചുറ്റുമുള്ള ജനത്തിൽ നിന്നും സഹായം അവന് ആവശ്യമാണ്. That's how God has designed the church also. അത് ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് കർത്താവ് സഭയെയും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. That's why he has given different gifts to different people. അതുകൊണ്ടാണ് വ്യത്യസ്തരായ ജനങ്ങൾക്ക് വ്യത്യസ്തമായ ആത്മീക വരങ്ങളെ കൊണ്ട് ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത്. So that the people who have received the gifts can minister one another. അതുകൊണ്ട് തന്നെ ആത്മവര പ്രാപ്തന്മാരായ ജനങ്ങൾ തമ്മിൽ ശുശ്രൂഷിക്കുവാൻ ഇടവരും. God has given this gift to the body of Christ. കർത്താവ് ഈ വരങ്ങളെ നൽകിയിരിക്കുന്നത് സഭയാം ശരീരത്തിനാകുന്നു. To some he has given the gift of faith. ഉദാഹരണത്തിന് ചിലർക്ക് വിശ്വാസത്തിന്റെ വരം നൽകിയിരിക്കുന്നു. To some he has given the gift of healing. ചിലർക്ക് രോഗസൗഖ്യത്തിന്റെ വരം നൽകിയിരിക്കുന്നു. To another he has given them the gift of interpretation. ചിലർക്ക് ദൈവം നൽകിയിരിക്കുന്ന വരം എന്ന് പറയുന്നത് വ്യാഖ്യാനത്തിന്റെയാണ്. To another group he has given the gift of knowledge. ചിലർക്ക് ദൈവം നൽകിയിരിക്കുന്ന ജ്ഞാനത്തിന്റെ വരമാകുന്നു. Why did he give different gifts to different people? എന്തുകൊണ്ടാണ് ദൈവം വ്യത്യസ്തരായ ജനങ്ങൾക്ക് വ്യത്യസ്തമായ വരങ്ങൾ നൽകിയിരിക്കുന്നത്? So that we can work together. കാരണം ഒന്നിച്ച് ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതിന്. So that we can minister one another. അതുകൊണ്ട് തന്നെ നമുക്ക് തമ്മിൽ ശുശ്രൂഷിക്കുവാൻ സാധിക്കും. So that I can minister to you and you can minister to me. എനിക്ക് നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ കഴിയും, അതേ അളവിൽ തന്നെ നിങ്ങൾക്ക് എന്നെയും ശുശ്രൂഷിക്കുവാൻ സാധിക്കും. I may have the gift of healing. എനിക്കൊരു പക്ഷേ രോഗസൗഖ്യത്തിന്റെ വരം ഉണ്ടായിരുന്ന വ്യക്തിയായിരിക്കാം. But you may have the gift of faith. പക്ഷേ നിങ്ങൾക്കുള്ള വരം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ആയിരിക്കും. So you have to encourage me and impart that gift of faith into my life. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്നെ പ്രോത്സാഹിപ്പിക്കുവാനും എന്റെ ജീവിതത്തിലേക്ക് വിശ്വാസം പകരുവാനും നിങ്ങളെ കൊണ്ട് കഴിയും. When you impart that gift of faith into my life, എന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ വിശ്വാസത്തെ പകരുമ്പോൾ, I can use the gift of healing for you. എന്നിൽ ദൈവം വരമേൽപ്പിച്ചിരിക്കുന്ന രോഗസൗഖ്യത്തിന്റെ വരം എനിക്ക് നിങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാൻ കഴിയും. Another person God has given the gift of knowledge. ചിലർക്ക് ദൈവം നൽകിയിരിക്കുന്ന വരം എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ വരമാണ്. From the gift of knowledge he discerns the people in the church. ദൈവം നൽകിയിരിക്കുന്ന ജ്ഞാനത്തിന്റെ വരത്തിൽ നിന്നുകൊണ്ട് അവർ സഭയിലെ ജനങ്ങളെ വിവേചിക്കുവാൻ ഇടവരും. The person who has the gift of knowledge will tell to the church, here is a man with such and such a problem. ജ്ഞാനത്തിന്റെ വരം ലഭിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ സഭയോട് പറയും, ഇന്ന വ്യക്തികൾക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ട് എന്ന്. But that man doesn't have the gift of healing. പക്ഷേ ആ വ്യക്തിക്ക് ഒരിക്കലും രോഗസൗഖ്യത്തിന്റെ വരം ഉണ്ടായിരിക്കുകയില്ല. But in him the gift of wisdom and knowledge is in operation. അവനിലുള്ള ജ്ഞാനത്തിന്റെയും വരം വെച്ച് അവൻ ദൈവസഭയുടെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കും. And here is another man who has the gift of healing so that he can pray for over them.
ഇവിടെ രോഗസൗഖ്യത്തിന് വരം ലഭിച്ച ആ പ്രിയപ്പെട്ടവന് മറ്റുള്ളവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കും. And here is another person who has the gift of faith. വിശ്വാസത്തിന് വരം ലഭിച്ച മറ്റൊരുത്തൻ അവിടെയുണ്ട്. So all these people work together and minister together for the growth and maturity of the body of Christ. സഭയാം ശരീരത്തിന്റെ വളർച്ചയ്ക്കും വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിനും വേണ്ടി ഈ കൂടി വന്നിരിക്കുന്ന എല്ലാ ആത്മവര പ്രാപ്തന്മാരും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. That's how God designed the body of Christ. സഭയാം ശരീരത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ രൂപകൽപ്പന എന്ന് പറയുന്നത് അതാകുന്നു. My hands have some limitations. എന്റെ ശരീരത്തിലെ കൈക്ക് ചില പരിമിതികളുണ്ട്. I cannot walk with my hands. എനിക്ക് എന്റെ കൈകളെ ഉപയോഗിച്ചുകൊണ്ട് നടക്കുവാൻ സാധ്യമല്ല. The duty of my hand is different from the duty of my leg. എന്റെ ശരീരത്തിലെ കാലിന്റെ ദൗത്യത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്റെ ശരീരത്തിലെ കൈകൾക്കുള്ളത്. All the members has to work together for the proper functioning of the body. ശരീരത്തിന്റെ സമഞ്ജസമായ പ്രവർത്തനത്തിന് വേണ്ടി ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചേ മതിയാകൂ. That's what God expects from the body of Christ. സഭയാം ശരീരത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ്. Each one of you are important within the body of Christ. സഭയാം ശരീരത്തിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവരും തുല്യ പ്രാധാന്യമുള്ളവരാകുന്നു. Each one of you are so important. നിങ്ങൾ എല്ലാവരും തുല്യ പ്രാധാന്യമുള്ളവരാകുന്നു. So the third principle we can learn from here is use the power and authority and the gifts that God has given within you and around you. ഇവിടെ നാം പഠിക്കുന്ന മൂന്നാമത്തെ ആത്മീയ തത്വം എന്ന് പറയുന്നത് നിങ്ങളിൽ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്ന കഴിവുകളെയും ഗുണങ്ങളെയും ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി നിങ്ങൾക്ക് ചുറ്റുപാടിലും വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുക. And the fourth principle we can learn from here is ഇവിടെ നിന്ന് നാം പഠിക്കുന്ന നാലാമത്തെ തത്വം എന്ന് പറയുന്നത് they didn't have stones to build the tower. അവർക്ക് ഗോപുരം പണിയുവാൻ കല്ലുണ്ടായിരുന്നില്ല. And they didn't have the mortar to build the tower. അവർക്ക് പണിയുവാൻ കുമ്മായം ഉണ്ടായിരുന്നില്ല. But instead of that they used bricks and tar. പക്ഷേ അവർ അതിനു വേണ്ടി ഇഷ്ടികയെയും പശയെയും ഉപയോഗിക്കുകയാണ് ഉണ്ടായത്. So here what the principle what we can learn from here is ഇവിടെ നിന്ന് നമുക്ക് പകർത്തുവാൻ കഴിയുന്ന തത്വം എന്ന് പറയുന്നത് don't complain the things about the things that you don't have. നിനക്കില്ലാത്ത കാര്യങ്ങളെ ഓർത്ത് നീ ഒരിക്കലും കുറ്റം പറയരുത്. Use the handy resources what God has given to you. ദൈവം നിനക്ക് തന്നിരിക്കുന്ന വിഭവങ്ങളെ നീ തക്ക സമയത്ത് ഉപയോഗിക്കുക. Use the things what God has given to you. ദൈവം നിനക്ക് എന്ത് പരമേൽപ്പിച്ചിരിക്കുന്നുവോ അതിനെ തക്ക സമയത്ത് ഉപയോഗിക്കുക. If there is no stones you can have bricks over there. നിനക്ക് നിന്റെ മുമ്പിൽ കല്ലില്ല എങ്കിൽ നിനക്ക് അതിന് പകരം ഇഷ്ടിക ഉപയോഗിക്കാം. If there is no tar you can use mortar for that. നിനക്ക് കുമ്മായമില്ല എങ്കിൽ നിനക്ക് അതിന് പകരമായി പശ ഉപയോഗിക്കാം. Stop complaining God for the things that you don't have. കർത്താവേ എനിക്ക് ഇന്നതില്ല എന്ന് പറയുന്ന പരാതി നിർത്തൂ. I have seen so many people like that. അനേകർ അങ്ങനെ പരാതി പറയുന്നവരെ എനിക്കറിയാം. They said, Lord, if I had a car, I would have come early to the church. അവരിങ്ങനെയാണ് പറയുന്നത്, കർത്താവേ എനിക്കൊരു വാഹനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വളരെ നേരത്തെ സഭയിൽ എത്തിയേനെ. God is asking you already have a bicycle, why can't you come here early enough to the church? പക്ഷേ നിന്റെ പരാതിയോട് ദൈവം പറയുവാനുള്ളത്, ഞാൻ നിനക്കൊരു സൈക്കിൾ തന്നില്ലേ, എന്തേ നീ നേരത്തെ സഭയിൽ എത്തുന്നില്ല? Some people say, if I had a cycle, I would have come earlier. ചിലർ പറയുന്നത് എനിക്കൊരു സൈക്കിളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ വന്നേനെ എന്നാണ്. Then the Lord will say, I have given enough more transportation facilities around you, why can't you use that? അത്തരം പരാതി പറയുന്നവരോട് കർത്താവിന് പറയുവാനുള്ളത്, ഞാൻ അനേകം ഗതാഗത സൗകര്യങ്ങൾ നിനക്ക് ചുറ്റുമൊരുക്കിയിട്ടുണ്ട്, നീ എന്തേ അത് ഉപയോഗിക്കാത്തത്? Dear brothers and dear sisters, stop complaining of the things that you don't have. Use the things what God has given to you. പ്രിയ സഹോദര സഹോദരി, ദൈവം നിനക്ക് തന്നതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് നിനക്കില്ലാത്തതിനെ പ്രതി നീ ഒരിക്കലും പരാതി പറയരുത്. Use the available things to accomplish your vision and destiny. നിന്റെ ലക്ഷ്യത്തെയും നിന്റെ ദർശനത്തെയും പൂർത്തിഭാഗത്തിലെത്തിക്കുവാനായി ദൈവം നിന്നിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന വിഭവങ്ങളെ തക്ക സമയത്ത് ഉപയോഗിക്കൂ. Use the available resources. നിനക്ക് ലഭ്യമായ വിഭവങ്ങളെ ഉപയോഗിക്കൂ. Use the available resources around you. നിനക്ക് ചുറ്റുപാടും ലഭ്യമായ വിഭവങ്ങളെ ഉപയോഗിക്കൂ. And the best man in the Bible who used the available resources is Zacchaeus. ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ലഭ്യമായ വിഭവങ്ങളെ അതിന്റെ പൂർണ്ണതയിൽ പ്രയോഗിച്ച വ്യക്തിയാണ് സഖായി. Zacchaeus had a desire to see Jesus. യേശുവിനെ കാണുവാനുള്ള ഒരു ആഗ്രഹം സഖായിയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. But unfortunately he was quite dwarf. പക്ഷേ നിർഭാഗ്യവശാൽ അവൻ കുള്ളനായിരുന്നു. But he had a healthy body. പക്ഷേ ആരോഗ്യമുള്ള ഒരു ശരീരം തനിക്കുണ്ടായിരുന്നു. Very strong hands and very strong legs. വളരെ ആരോഗ്യദൃഢഗാത്രമായ കൈകളും കാലുകളും തനിക്കുണ്ടായിരുന്നു. And also there was fig trees all around his city. തന്റെ പട്ടണത്തിന് ചുറ്റും അത്തിമരം നിൽപ്പുണ്ടായിരുന്നു. So when he wanted to see Jesus, യേശുവിനെ കാണണമെന്നുള്ള ആഗ്രഹം തന്റെ ഹൃദയത്തിൽ വന്നപ്പോൾ he didn't complain his dad for marrying a short woman.
സക്കായി ഒരിക്കലും തന്റെ പിതാവിനോട് പറഞ്ഞില്ല, അല്പം കൂടി ഉയരമുള്ള സ്ത്രീയെ ആയിരുന്നു തങ്ങൾ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഉയരമുള്ളവനായി തീർന്നേനെ എന്ന്. I'm so dark because of my mom's hereditary is like that. ഞാൻ ഉയരം കുറഞ്ഞവനായി തീരുന്നതിന്റെ കാരണം എന്റെ മാതാവിന്റെ പൈതൃകമായിരുന്നു അത്. He didn't even complain his mom getting married to a short man. താൻ തന്റെ അമ്മയോടും പരാതി പറഞ്ഞില്ല ഉയരം കുറഞ്ഞ ഒരുത്തനെ വിവാഹം കഴിച്ചതിന്. Why couldn't you find a tall man so that I could be in a taller guy? അമ്മയോട് ഒരിക്കലും പറഞ്ഞില്ല കുറച്ചും കൂടി ഉയരമുള്ള ഒരു വ്യക്തിയെ കണ്ടുപിടിക്കുമായിരുന്നെങ്കിൽ ഞാൻ എന്റെ ജനനത്തിൽ തന്നെ ഉയരമുള്ളവനായി തീർന്നേനെ എന്ന്. Stop complaining your parents, stop complaining your surroundings, stop complaining your brothers, stop complaining your family members. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബക്കാരെ, നിങ്ങളുടെ മാതാപിതാക്കളെ, നിങ്ങളുടെ ചുറ്റുപാടുകളെ, നിങ്ങളുടെ കൂട്ടുകാരെ പഴി പറയുന്നത് നിർത്തൂ. And use the resources that God has already given to you. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വിഭവങ്ങളെ തക്ക സമയത്ത് ഉപയോഗിക്കൂ. If you are a short woman, use high heel shoes so that you can have enough height. നിങ്ങൾ ഉയരം കുറഞ്ഞ സ്ത്രീയാണെങ്കിൽ ഉയരം കൂടിയ ചെരുപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ ഉയരക്കുറവിനെ നിങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിക്കൂ. Thank God for the modern technologies. ദൈവം തന്ന ആധുനിക സാങ്കേതിക വിദ്യയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. Why I'm trying to tell you, stop complaining about your color, stop complaining about your background, stop complaining about your friends, stop complaining about your family members. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ആശയം ഇത്രയാണ്: നിങ്ങളുടെ കൂട്ടുകാരെ, നിങ്ങളുടെ ചാർച്ചക്കാരെ, നിങ്ങളുടെ ചങ്ങാതിമാരെ, നിങ്ങളുടെ കുടുംബത്തെ, മാതാപിതാക്കളെ പഴി പറയുന്നത് അവസാനിപ്പിക്കൂ. I have heard so many young people say like that. ഞാൻ അനേക യൗവനക്കാർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. Oh, if my parents would have sent me to an English medium school, I could have spoken English very well. എന്റെ മാതാപിതാക്കൾ എന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കായിരുന്നു അയച്ചിരുന്നെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് നന്നായി സംസാരിച്ചേനെ. Brother, stop complaining it. I studied in a Malayalam medium school. പ്രിയ കുഞ്ഞെ, പരാതി പറയുന്നത് നിർത്തൂ. ഞാൻ പഠിച്ചത് മലയാളം മീഡിയം സ്കൂളിലാകുന്നു. Use the resources what God has given to you. ദൈവം നിനക്ക് തന്നിരിക്കുന്ന വിഭവങ്ങളെ നീ ഉപയോഗിക്കൂ. And stop complaining your parents. നിന്റെ മാതാപിതാക്കളെ കുറ്റം പറയുന്നത് അവസാനിപ്പിക്കൂ. Stop complaining your teachers. നിന്റെ അധ്യാപകരെ കുറ്റം പറയുന്നത് അവസാനിപ്പിക്കൂ. Stop complaining your neighbors. നിന്റെ അയൽവക്കക്കാരെ കുറ്റം പറയുന്നത് അവസാനിപ്പിക്കൂ. You are the problem for the whole world. Not the world is not a problem for you. ലോകത്തിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നീയാണ്, നീയല്ല. ലോകമല്ല നിന്റെ പ്രശ്നത്തിന്റെ കാരണക്കാരൻ. So from this passage what God taught me is use the handy resources to reach at the destiny that God has given into your mind. ഈ വേദഭാഗത്ത് നിന്ന് ദൈവം എന്നെ പഠിപ്പിച്ച ഒരു വലിയ പരമാർത്ഥം എന്ന് പറയുന്നത് ലഭ്യമായ വിഭവങ്ങളെ വെച്ചുകൊണ്ട് ദൈവം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് നീ ഓടുക. Use the resources around you. നിനക്ക് ചുറ്റുപാടുമുള്ള വിഭവങ്ങളെ ഉപയോഗിക്കുക. Use the handy things that God has put before you. നിന്റെ മുമ്പിൽ ദൈവം നിരത്തി വെച്ചിരിക്കുന്ന ലഭ്യമായ വിഭവങ്ങളെ ഉപയോഗിക്കുക. Just like what Zacchaeus did. സക്കായി ചെയ്തതുപോലെ ചെയ്യുക. He used his hands and leg and the fig tree to see Jesus. യേശുവിനെ കാണുവാനായി തന്റെ കൈകളെയും കാലുകളെയും ഉപയോഗിച്ചുകൊണ്ട് കാട്ടത്തിമേൽ സക്കായി ഒലിഞ്ഞു കയറി. And now again another thing we can see over here. ഇവിടെ നാം കാണുന്ന മറ്റൊരു പരമാർത്ഥം എന്ന് പറയുന്നത് all the people in that community or in that age spoke the same language. ആ സമൂഹത്തിൽ എല്ലാവരും സംസാരിച്ചിരിക്കുന്ന ഭാഷ ഒന്നായിരുന്നു. Same language, common speech. അവർ പൊതുവായി സംസാരിച്ചിരുന്ന ഭാഷ ഒന്നായിരുന്നു. The Bible says they had one language. വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുകയാണ് അവർക്ക് ഒരു ഭാഷയുണ്ടായിരുന്നു. What does it mean? ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? They were single minded. അവർ ഏകമനസ്സുള്ളവരായിരുന്നു. The whole people has only one language to speak. ആ ഒരു മൊത്തം സമൂഹവും ഏകമനസ്സോടെ ഒരേ ഭാഷ സംസാരിച്ചവരായിരുന്നു. You ask anybody, everybody will say we are building a tower. നിങ്ങൾ ആ സമൂഹത്തിലെ എല്ലാ വ്യക്തികളോടും ഓരോ വ്യക്തിയോടും ചോദിച്ചു നോക്കൂ, അവർ പറയും ഞങ്ങൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കുകയാണ്. We are building a tower. ഞങ്ങൾ ഒരു ഗോപുരത്തിന്റെ പണിക്ക് വേണ്ടി പ്രയത്നിക്കുകയാണ്. We are building a city. ഞങ്ങൾ ഒരു പട്ടണം പണിതെടുക്കുകയാണ്. We are going to live together. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുകയാണ്. We are not going to be scattered. ഞങ്ങൾ ചിതറിപ്പാർക്കുന്ന വർഗ്ഗമല്ല. One language, ഒരേ ഭാഷ, one vision, ഒരേ ദർശനം, one destiny. ഒരേ ലക്ഷ്യം. They didn't say like this. അവർ ഇങ്ങനെയല്ല പറഞ്ഞത്. The crazy Nimrod had some dreams in his head. That's up to him. ഭ്രാന്തനായ നിമ്രോദിന് ഒരു പക്ഷേ തനിക്ക് വളരെ ഭ്രാന്തമായ സ്വപ്നങ്ങൾ കണ്ടേക്കാം. That is his vision. അത് അവന്റെ ദർശനം മാത്രം. No, they stood together. പക്ഷേ അല്ല, അവർ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇവരെ നിന്നു. They had one language. അവർക്ക് ഒരു ഭാഷയേ ഉണ്ടായിരുന്നു. One vision. അവർക്ക് ഒരു ദർശനമേ ഉണ്ടായിരുന്നു. One language. അവർക്ക് ഒരു ഭാഷ. One language. ഒരേ ഭാഷ. We are building a city. ഞങ്ങൾ ഒരു പട്ടണം പണിയുവാൻ പോകുന്നു. We are building a tower. ഞങ്ങൾ ഒരു ഗോപുരം പണിയുവാൻ പോകുന്നു. We are പോകുന്നു. going to live together. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുവാൻ
സംസാരിക്കുവാൻ പോകുന്നു. One language. ഒരൊറ്റ ഭാഷ. One language. ഒരൊറ്റ ഭാഷ. Do you want to be successful in your life? പ്രിയരേ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം പ്രാപിക്കണമോ? Do you want this church should be successful in this city? ഈ പട്ടണത്തിൽ ഈ സഭ ഒരു വിജയമായി തീരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? Do you want your business should be successful in the city? ഈ പട്ടണത്തിൽ നിന്റെ വ്യാപാരം അഭിവൃദ്ധിപ്പെടണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ? People within the business should have one language. ആ ബിസിനസ്സിൽ അടങ്ങിയിരിക്കുന്ന ജനങ്ങളെല്ലാം ഏകമനസ്സുള്ളവരായിരിക്കണം. Members of the church should have one language. സഭയിലെ അംഗങ്ങളെല്ലാം They ഏകമനസ്സുള്ളവരായിരിക്കണം. should be single-minded. അവർ ഏകമനസ്സുള്ളവരായിരുന്നു. Single-minded. ഏകമനസ്സുള്ളവരായിരുന്നു. You know why the early church grew? എന്തുകൊണ്ടാണ് ആദ്യകാല സഭകൾ വളർന്നതെന്നറിയാമോ? They were single-minded. അവർ ഏകമനസ്സുള്ളവരായിരുന്നു. You know why the ministry of the apostles were so powerful? അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ എന്തേ ഇത്രമാത്രം ശക്തിമത്തായതാണെന്നറിയാമോ? Do you know why there were so many miracles and mighty deeds in the first church? എന്താണ് ആദിമ സഭയിൽ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും നടന്നതെന്നറിയാമോ? They were with one spirit, അവർ ഏകാത്മാവുള്ളവരായിരുന്നു. one mind. ഏകമനസ്സുള്ളവരായിരുന്നു. When Apostle Peter stood up to preach, അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ all the 11 stood with him. മീതിയുള്ള 11 പേരും പത്രോസിനോട് ചേർന്ന് നിന്നു. All the 11 stood with him. ബാക്കിയുള്ള 11 പേരും പത്രോസിനോട് തോളോട് തോൾ ചേർന്ന് നിന്നു. Peter is preaching, പത്രോസാണ് പ്രസംഗിക്കുന്നത്. but all the 11 are giving the prayer support, ബാക്കിയുള്ള 11 പേരും പ്രാർത്ഥനാ സഹകരണമാണ് പത്രോസിന് നൽകിയത്. moral support, ഒരു ധാർമ്മികമായ പിന്തുണ. telling amen. അവർ ഒരുമിച്ച് പത്രോസ് പറഞ്ഞ വിഷയത്തിന് ആമേൻ പറഞ്ഞു. Then Peter, preach on, brother. പത്രോസ് പറഞ്ഞതിനെല്ലാം അവർ ഏകമനസ്സോടെ ആമേൻ പറഞ്ഞു. Single-minded. ഏകമനസ്സുള്ളവരായിരുന്നു. Single-minded. ഏകമനസ്സുള്ളവരായിരുന്നു. Single-minded. If you want ഏകമനസ്സുള്ളവരായിരുന്നു. to be successful in your life, നിനക്ക് നിന്റെ ജീവിതത്തിൽ വിജയം പ്രാപിക്കണമോ? if you want this church should be successful, ഈ സഭ ഈ നൂറ്റാണ്ടിൽ ഈ തലമുറയിൽ വിജയം പ്രാപിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നു. if you want this church should accomplish the things what God has given to us, ദൈവം നമ്മിൽ പരമേൽപ്പിച്ചിരിക്കുന്ന ആ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് ഈ സഭ നടന്നെടുക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ? we have to be single-minded. നാം പ്രിയപ്പെട്ടവരെ ഏകമനസ്സുള്ളവരായിരിക്കണം. And again, another thing we can learn from over here is ഈ വേദഭാഗത്ത് നാം പഠിക്കുന്ന മറ്റൊരു പരമാർത്ഥം എന്ന് പറയുന്നത് they were hardworking. അവർ കഠിനാധ്വാനികളായിരുന്നു. They were hardworking. അവർ കഠിനാധ്വാനികളായിരുന്നു. Day and night. അവർ അഹോരാത്രം പണിതവരായിരുന്നു. They worked. അവർ തമ്മിൽ കഠിനാധ്വാനം ചെയ്തു. അവർ കഠിനാധ്വാനം They pooled all their resources for the accomplishment and the fulfillment of the dream. തങ്ങൾക്ക് ലഭ്യമായ എല്ലാ വിഭവങ്ങളെയും തങ്ങൾക്കുള്ള ദർശനത്തിന്റെയും സ്വപ്നത്തിന്റെയും പൂർത്തീകരണത്തിന് വേണ്ടി അവർ വിനിയോഗിച്ചു. They worked so hard and pooled their resources to build this tower. അവർ തമ്മിൽ അഹോരാത്രം കഠിനാധ്വാനം ചെയ്തുകൊണ്ട് തങ്ങൾക്ക് ലഭ്യമായ വിഭവങ്ങളെ തങ്ങളുടെ സ്വപ്നങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി വിനിയോഗിച്ചു. Be hardworking, dear brother and dear sister. പ്രിയ സഹോദര സഹോദരി, ജീവിതത്തിൽ കഠിനാധ്വാനികളായി തീരുക. Be hardworking. കഠിനാധ്വാനം ചെയ്യുക. Be hard worker. Be a hard worker. ജീവിതത്തിൽ കഠിനാധ്വാനികളായി തീരുക. And the next principle we can learn from here is ഈ വേദഭാഗത്തു നാം പഠിക്കുന്ന അടുത്തൊരു പരമാർത്ഥം എന്ന് പറയുന്നത് they had a clear-cut vision what they are doing. അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് വ്യക്തമായ ദർശനമുണ്ടായിരുന്നു. They had a very clear-cut vision. വളരെ സുവ്യക്തമായ ദർശനം അവർക്കുണ്ടായിരുന്നു. Their vision was so clear. അവരുടെ ദർശനം എന്ന് പറയുന്നത് അങ്ങേയറ്റം സ്പഷ്ടമായിരുന്നു. They are building a city. അവർ ഒരു പട്ടണം പണിയുന്നവരായിരുന്നു. And within the city there is a tower. ആ പട്ടണത്തിന് മധ്യേ അവർക്ക് ഒരു ഗോപുരം ആവശ്യമായിരുന്നു. So that they can live together. അതിനുവേണ്ടിയായിരുന്നു അവർ ഒരുമിച്ച് ജീവിച്ചത്. Do you have a clear-cut vision for your life? നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് സ്പഷ്ടമായ ഒരു ദർശനമുണ്ടോ? Do you have a very clear-cut purpose for your life? നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു ഉദ്ദേശം നിങ്ങൾക്കുണ്ടോ? Do you know why you are here? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇന്ന് പകൽക്കാലം കൂടെ ആയിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? Do you know why you are studying in that college? എന്തുകൊണ്ടാണ് നിങ്ങൾ ആ കലാലയത്തിൽ പഠിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? Do you know why your parents have sent you over there spending all the money and all the resources over there? എന്തുകൊണ്ടാണ് നിങ്ങളുടെ മാതാപിതാക്കൾ തങ്ങളുടെ ആയുസ്സിലെ മുഴുവൻ സമ്പാദ്യവും വിനിയോഗിച്ചുകൊണ്ട് നിങ്ങളെ ആ വിദ്യാലയത്തിലേക്ക് പഠിപ്പിക്കുവാൻ വിട്ടതെന്ന് നിങ്ങൾക്കറിയാമോ? Have a clear-cut vision in your life. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സുവ്യക്തമായ ദർശനം ഉണ്ടായിരിക്കുക. Why did you serve? Why are you serving the Lord? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ കർത്താവിനെ സേവിക്കുന്നത്? Why did you take water baptism? എന്തിനാണ് നിങ്ങൾ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ചത്? Why did you leave all the other communities and join over here? എന്തേ മറ്റുള്ളതിനെല്ലാം വിട്ട് നീ സമൂഹത്തോട് കൂട്ടായ്മ പുലർത്തുന്നത്? Have a clear-cut vision in your life. സുവ്യക്തമായ ഒരു ദർശനം പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. Have a clear-cut vision about the destiny
destiny. സ്പഷ്ടമായ ഒരു ലക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗധേയത്തെ കുറിച്ച് നിങ്ങൾക്ക് Have ഉണ്ടായിരിക്കട്ടെ. a clear-cut vision where you are heading to. നിങ്ങൾ എങ്ങോട്ടാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ദർശനം ഉണ്ടായിരിക്കട്ടെ. The next one is, അടുത്തതെന്ന് പറയുന്നത് your vision should be practical and that will meet the need of the hour. അടുത്ത ദർശനം എന്ന് പറയുന്നത് പ്രായോഗികമായിരിക്കണം. അത് ആ സമയത്തിന്റെ ആവശ്യത്തിൽ ഊന്നിയതായിരിക്കണം. Because that was the need of that time. കാരണം ആ സമയത്തിന്റെ ആ തലമുറയുടെ ആവശ്യമായിരുന്നു അത്. Everybody wanted to live together. എല്ലാവർക്കും ഒരുമിച്ച് കൂടി പാർക്കുവാൻ അവർ ആഗ്രഹിച്ചു. So that was the need of that time. അത് ആ സമയത്തിന്റെ ആവശ്യകതയായിരുന്നു. That's why people rallied around this vision. അതുകൊണ്ടാണ് ഈ ദർശനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ജനങ്ങൾ ഒരുമിച്ച് കൂടി പാർത്തത്. That's why they rallied around this dream. അതുകൊണ്ടാണ് ഈ സ്വപ്നത്തിന് ചുറ്റും അവർ കൂടികൂട്ടിയത്. Dear brothers and dear sisters, let your vision and dream should be something that should meet the need of this generation. പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിലെ സ്വപ്നവും ദർശനവും എന്ന് പറയുന്നത് ആനുകാലിക പ്രസക്തിയുള്ള ഒന്നായി തീരട്ടെ. It should meet the need of this generation. അത് ഈ തലമുറയുടെ ആവശ്യത്തെ സന്ധിക്കുന്നതായി തീരട്ടെ. And finally, അവസാനമായി, without God you can accomplish nothing. ദൈവത്തെ കൂടാതെ നിനക്കൊന്നും പൂർത്തീകരിക്കുവാൻ സാധ്യമല്ല. You may have all the 8 things what I have told you. ഞാൻ ഈ പറഞ്ഞ 8 കാര്യങ്ങൾ ഒരുപക്ഷേ നിന്റെ ജീവിതത്തിൽ കണ്ടേക്കാം. Maybe all the 7 things you have. ഒരുപക്ഷേ ഇവിടെ പരാമർശിക്കപ്പെട്ട 7 കണ്ടേക്കാം. You may have a strong leadership. നിനക്കൊരു ശക്തമായ നേതൃത്വം ഉണ്ടായിരിക്കും. You may have a manpower and resources around you. നിനക്ക് ചുറ്റും വിഭവങ്ങളും നല്ല മാനുഷിക ശക്തിയും നിനക്ക് കണ്ടേക്കാം. Your vision may be according to the needs of the people. ജനത്തിന്റെ ആവശ്യത്തെ സന്ധിക്കുവാൻ ഉതകുന്നതായിരിക്കാം ഒരുപക്ഷേ നിന്റെ ദർശനം. You may be a single-minded man. നീ ഒരുപക്ഷേ ഏകമനസ്സോടെ പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കാം. Very hard-working. വളരെ കഠിനാധ്വാനിയായിരിക്കാം. Very clear about the vision what you are going to do. നീ ചെയ്തെടുക്കുവാൻ പോകുന്നതിനെ കുറിച്ച് സ്പഷ്ടമായ ദർശനമുള്ള വ്യക്തിയായിരിക്കാം. But without God you will never accomplish the dreams. പക്ഷേ ദൈവത്തെ കൂടാതെ നിന്റെ ദർശനം അതിന്റെ പരിപൂർണതയിൽ എത്തിപ്പെടുകയില്ല. You may be very hard-working student. നീ ഒരുപക്ഷേ വളരെ കഠിനാധ്വാനം ചെയ്യുന്ന വിദ്യാർത്ഥിയായിരിക്കാം. You may be very intelligent. നീ ഒരുപക്ഷേ വളരെ ബുദ്ധിയുള്ളവനായിരിക്കാം. But remember, പക്ഷേ ഒരു കാര്യം ഓർക്കുക, without God, ദൈവത്തെ കൂടാതെ, without God, ദൈവത്തെ കൂടാതെ, without God, ദൈവത്തെ കൂടാതെ, without God, ദൈവത്തെ കൂടാതെ, without God, ദൈവത്തെ കൂടാതെ you will reach nowhere. നീ ഒരിടത്തും എത്തപ്പെടുകയില്ല. Tower of Babel teaches us these spiritual principles. ബാബേൽ ഗോപുരം നമുക്ക് പകർന്നു തരുന്ന ആത്മീക തത്വങ്ങൾ ഇവയാകുന്നു. So may the Lord help us to build our life in the will of God and around the will of God. അതുകൊണ്ട് തന്നെ ബാബേൽ ഗോപുരം നമ്മളോട് വാക്കും ഭാഷണവും കൂടാതെ പറയുന്നത് നമ്മുടെ ജീവിതത്തെ നാം പണിയുന്നത് തിരുവചനാധിഷ്ഠാനത്തിലും ദൈവഹിതത്തിലും ദൈവഹിതത്തിന് ചുറ്റുമായിരിക്കണം.